തീവെട്ടി ബാബു സംസ്ഥാനത്തുടനീളം 120-ലധികം മോഷണ കേസുകളിലെ പ്രതി. മുൻപ് വക്കീൽ ഗുമസ്തനായിരുന്നതിന്റെ പരിചയത്തിൽ തനിക്കെതിരായ കേസുകളൊക്കെ കോടതിയിൽ ഒറ്റയ്ക്ക് വാദിക്കും. ഇത്തവണ പക്ഷേ തിരുവനന്തപുരത്തെ കണിയാപുരത്ത് മോഷണത്തിനെത്തിയെങ്കിലും നാട്ടുകാർ പിടികൂടി. പിന്നാലെ പോലീസ് എത്തി കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബുവിനെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച രാത്രി മോഷണത്തിനായി കണിയാപുരത്തെ ഒരു വീട്ടിൽ കയറിയതാണ് തീവെട്ടി എന്ന വട്ടപ്പേരുള്ള ബാബു. വീടിന്റെ മുൻവാതിൽ പൊളിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നു. അപകടം മണത്ത് ബാബു ഓടി. നാട്ടുകാർ പിറകെ ഓടി. ഒടുവിൽ അരമണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ വീടിനടുത്ത് ഒളിച്ചിരുന്ന ബാബുവിനെ നാട്ടുകാർ കണ്ടെത്തി പോലീസിന് കൈമാറി. വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി തീവെട്ടി ബാബുവാണെന്ന് പോലീസും തിരിച്ചറിഞ്ഞത്. ഞാൻ പോയി കോടതി പോട്ടെ, അപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം കേട്ടോ. എന്റെ തുണി നീ തരൂല്ല, എന്റെ തുണി എനിക്ക് തരാൻ പറ്റും. എന്റെ തുണി നീ തരൂല്ല, പിന്നെ എന്റെ തുണി പിന്നെ എന്താ നിനക്ക് വേണോ? കൊല്ലം പൂതക്കുളം സ്വദേശിയായ ബാബു കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോഷണ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയെങ്കിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി വീണ്ടും മോഷണം തുടരുകയായിരുന്നു. മുൻപ് വക്കീൽ ഗുമസ്തനായിരുന്നതിനാൽ കേസുകളെല്ലാം സ്വയം വാദിക്കും. ഒരു കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ശേഷം മറ്റൊരു ജില്ലയിലേക്ക് പോയി കുറച്ചുകാലം അവിടെ തങ്ങി മോഷണങ്ങൾ നടത്തുന്നതാണ് പ്രതിയുടെ രീതി. കോടതിയിൽ ഹാജരാക്കി ബാബുവിനെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.